ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളിലെ ഫ്ലാറ്റ് ഫൂട്ട് അത് എന്താണ്, എന്തൊക്കെയാണ് ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം വീഡിയോ സ്ലോ ആയി തോന്നുകയാണെങ്കിൽ 1.5x കാണാം. അപ്പോൾ എന്താണ് ഫ്ലാറ്റ് ഫൂട്ട്? അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കാല് പോലെ ഇങ്ങനെ ബാക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെയാണ് ഈ ഫ്ലാറ്റ് ഫൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതുപോലെ ഇപ്പം ഉദാഹരണത്തിന് ഒരു കുട്ടി നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ മുതിർന്നവരൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു കർവ് കാണാം. പക്ഷേ ആ കർവ് ഇല്ലാതെ വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് ഫൂട്ട് എന്നുള്ളത്. അപ്പം അവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കുഞ്ഞുങ്ങളും ഫ്ലാറ്റ് ഫൂട്ടോട് കൂടിയാണ് ജനിക്കുന്നത്. ഫ്ലാറ്റ് ഫൂട്ട് ആയിട്ടാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത്. കാരണം അവരുടെ ഈ കാലിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് കൊഴുപ്പ് അധികം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ആർച്ച് കാണാൻ പറ്റത്തില്ല. മാത്രമല്ല ആ ആർച്ച് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അത് ഡെവലപ്പ് ആവാൻ സമയമെടുക്കും. കുട്ടികളുടെ മസിലിന് പവർ കൂടുന്നതനുസരിച്ച് അവരുടെ ആ ലിഗമെന്റ്സ് ഒക്കെ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് പതിയെയാണ് ആർച്ച് ഡെവലപ്പായി വരിക. അപ്പം ആ ആർച്ച് ഡെവലപ്പ് ആകുന്നത് ഇങ്ങനെയാണ്. അതായത് 1 വയസ്സ് ഉള്ള സമയത്ത് കുട്ടിക്ക് കാര്യമായ ആർച്ചൊന്നും ഉണ്ടാവില്ല. പതിയെ 3, 6, 10 അപ്പോൾ ഏകദേശം ഒരു 8-10 വയസ്സാവുന്നതോട് കൂടിയാണ് ആ കാലിൽ ആ ഒരു ആർച്ച് കൃത്യമായി വളരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇത് ജനിക്കുന്ന സമയത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 വയസ്സാകുമ്പോഴത്തേനാണ് ഈ ഒരു ആർച്ച് പ്രോപ്പറായി ഡെവലപ്പ് ആവുന്നത്. അപ്പം എന്ത് മനസ്സിലായി? കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊക്കെയുള്ള പ്രായമുള്ള സമയത്ത് നിങ്ങളെ കുട്ടി നിൽക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ആകുക, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി നിൽക്കുന്ന സമയത്ത് ഏകദേശം ഇങ്ങനെ കാണുക അല്ലെങ്കിൽ ഇങ്ങനെ കാണുക എന്നുള്ളതൊക്കെ നോർമലാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നോർമൽ ആകാം, പക്ഷെ ചില സന്ദർഭത്തിൽ അതൊരു അബ്നോർമൽ കാര്യമാകാം. അത് എപ്പോഴാന്നുള്ളത് വളരെ വിശദമായി നമ്മൾ പറയാം. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ്, ബേബീസിന് ഒരു പ്രായം വരെ ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവും. ആ ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതൊരു നോർമൽ ഗ്രോത്തിൻ്റെയും ഡെവലപ്മെന്റിന്റെയും ഭാഗമാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പം ഈ ഒരു ആർച്ച് പ്രോപ്പറായി ഡെവലപ്പ് ആവുന്ന എപ്പോഴാണ്? ഏകദേശം 8 മുതൽ 10 വയസ്സാവുന്നത്. അപ്പൊ അതുവരെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കുട്ടിക്ക് 8 വയസ്സിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അവൻ നിൽക്കുന്ന അല്ലെങ്കിൽ അവൾ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ഫ്ലാറ്റ്നെസ് ഉണ്ടാവുക എന്നുള്ളത് നോർമലാണ്, കണ്ടു പേടിക്കേണ്ടതില്ല. പക്ഷെ ചില സന്ദർഭത്തിൽ നമ്മളത് സീരിയസ് ആക്കി എടുക്കേണ്ടതുണ്ട്. ചില ഫ്ലാറ്റ് ഫുട്ടുകൾ നോർമൽ അല്ല. അപ്പോൾ നമുക്ക് എന്തറിയണം? എപ്പോഴാണ് നോർമൽ, എപ്പോഴാണ് അബ്നോർമൽ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ പഠിക്കണം. അത് കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന സെഷൻ. പക്ഷെ അത് പറയണമെന്നുണ്ടെങ്കിൽ നോർമൽ ഏത് അബ്നോർമൽ ഏത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫ്ലാറ്റ് ഫുഡിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് അറിയണം. ഫ്ലാറ്റ് ഫുഡ് പ്രധാനമായി 2 ടൈപ്പാണ്, ഫ്ലെക്സിബിളും റിജിഡും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അത് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കുട്ടിക്ക് അബ്നോർമൽ ഫ്ലാറ്റ് ഫുഡ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. പ്രത്യേകിച്ച് യൂട്യൂബ്, കാരണം യൂട്യൂബിലാണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ടീച്ചിങ് ടൈപ്പ് ഓഫ് പാരന്റിങ് വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് വീണ്ടും ടോപ്പിക്കിലോട്ട് പോവാം. 2 ടൈപ്പ് ഫ്ലാറ്റ് ഫുഡ്സ് ആണുള്ളത്, ഒന്ന് റിജിഡും ഫ്ലെക്സിബിളും. അതെങ്ങനെ മനസ്സിലാക്കാം? ഏതാണ് നിങ്ങളെ കുട്ടിക്ക് ഉള്ളതെന്നുള്ളത് അല്ലെങ്കിൽ ഏതാണ് പ്രശ്നം ഉള്ളതെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ആദ്യം നിങ്ങളെ കുട്ടിയോട് നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ ടോല് നിൽക്കാൻ പറയാം. മുതിർന്ന കുട്ടിയൊക്കെ അപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവരോട് അവരുടെ കാലിൻ്റെ വിരലിൽ ഇങ്ങനെ നിൽക്കാൻ പറയാം, ടോല്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് ഇതുപോലെ ഡയറക്റ്റായി നിൽക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ഫുട്ട് ഉള്ള കുട്ടി ഈ ടോ ഇങ്ങനെ പൊക്കി നിൽക്കുമ്പോൾ ആ ആർച്ച് ഇങ്ങനെ ഡെവലപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ആർച്ച് ഇല്ലല്ലോ, പക്ഷെ ഇങ്ങനെ വരുമ്പോൾ അതിൽ ആർച്ച് കാണുന്നുണ്ട്, ആ ഒരു കുഴി കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അങ്ങനെ വരുന്നതിനെ അങ്ങനെ ഫിംഗറിൽ നിൽക്കുമ്പോൾ നോർമൽ ആകുന്ന ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ഫുട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആർച്ച് ഇല്ല, ഫ്ലാറ്റ് ആണ്. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ആർച്ച് കാണാം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട്. അപ്പം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു ടെസ്റ്റാണ് ഈ സ്റ്റാൻഡ് ഓൺ ടോ ടെസ്റ്റ്, അഥവാ കുട്ടികളെ കൊണ്ട് കാലിൽ ഇങ്ങനെ നിർത്തിച്ച് നോക്കുന്ന ടെസ്റ്റ്. ഇനി അപ്പൊ ഇങ്ങനെ നേരൊക്കെ നിൽക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ആണ്, പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ കുറച്ചൊരു ആർച്ച് വന്നില്ലേ,
ക്ലിയർ അല്ലേ? ആർച്ച് വന്നു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട്. ഇനി ഒരു കാര്യമുള്ളത്, ഒരു 2 വയസ്സിന് താഴെ അല്ലെങ്കിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടിയോട് ചിലപ്പോൾ നിങ്ങൾ ടോല് നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർ നിന്ന് തരില്ല. പക്ഷെ അവർക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? അവർക്ക് ഈ ഒരു സാധനം, ഈ ഒരു ഫ്ലാറ്റ് ഫുട്ട് ഫ്ലെക്സിബിൾ ആണോ എന്ന് അറിയാൻ ഉള്ള വഴി, അവരെങ്ങനെ ഈ വലതുവശത്ത് കാണിക്കുന്ന പോലെ നിർത്തിയതിന് ശേഷം ഒരു കാല് നിങ്ങളെ കാലിൽ വെക്കുക. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ആർച്ച് ഉണ്ടെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് നിങ്ങൾ കാല് പൊക്കി നോക്കുക. അപ്പോൾ പെട്ടെന്ന് ആർച്ച് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ ടോ സ്റ്റാൻഡിങ് ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇനി നിങ്ങളെ കുട്ടി ഈ ടോല് നിൽക്കുന്ന സമയത്ത് ആ ആർച്ച് വരുന്നില്ല, അങ്ങനെയുള്ള സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് റിജിഡ് ഫ്ലാറ്റ് ഫുട്ട്. ഓർക്കുക, ഫ്ലാറ്റ് ഫുട്ട് 2 ടൈപ്പ് ഉണ്ട്. കുഞ്ഞ് നിൽക്കുന്ന സമയത്തും കാല് പൊക്കിയാലും ഫ്ലാറ്റ് തന്നെയാണ്, അതാണ് റിജിഡ്. കുഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ആണ്, പക്ഷെ ഇങ്ങനെ കാല് പൊക്കുമ്പോൾ അവിടെ ആർച്ച് വരുന്നുണ്ട്, അതാണ് ഫ്ലെക്സിബിൾ. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഫുട്ട് നോർമലാണ്, പക്ഷേ അത് പ്രശ്നമുള്ളതാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ റിജിഡ് എന്താണ് ഫ്ലെക്സിബിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങളെ കുട്ടിക്ക് അത് ഏതാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കുക? ആ കുട്ടിയെ കൊണ്ട് നിർത്തിച്ച് നോക്കുക, അല്ലെങ്കിൽ കാല് കയ്യിലെടുത്തിട്ട് ആ കർവ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വന്നാൽ അത് ഫ്ലെക്സിബിൾ ആണ്, വന്നില്ലെങ്കിൽ അത് റിജിഡ് ആണ്. ഇനി ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, റിജിഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം പറയാം. അപ്പൊ ടൈപ്പ് മനസ്സിലായല്ലോ. ഇനി നിങ്ങളെ കുട്ടിക്ക് നിൽക്കാൻ പറഞ്ഞു, അപ്പം ആ കുട്ടിയുടെ കാല് റിജിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഏകദേശം 8 വയസ്സ് വരെ ഫ്ലാറ്റ് ഫുട്ട് നോർമൽ ആണ്, പല കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കുട്ടിയെ നിർത്തിച്ചു നോക്കുമ്പോൾ റിജിഡ് ആണെന്നുണ്ടെങ്കിൽ പ്രായഭേദമന്യേ ഡോക്ടറെ കാണിക്കണം. കാരണം റിജിഡ് ഫ്ലാറ്റ് ഫുട്ട് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അത് ഒരു പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യന്റെ സഹായമോ ഒരു പീഡിയാട്രീഷ്യന്റെ സഹായമോ തേടേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ റിജിഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കൺസൾട്ട് എ ഡോക്ടർ. നോ അതർ ഓപ്ഷൻസ്. പ്രായം നോക്കേണ്ടതില്ല. മറിച്ച് നിങ്ങളെ കുട്ടിക്ക് ഫ്ലെക്സിബിൾ ആണ്, അഥവാ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്ലാറ്റ് ആണ്, പക്ഷെ ഇങ്ങനെ ആക്കിയപ്പോൾ അല്ലെങ്കിൽ കാലൊന്ന് നിങ്ങളെ കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് ആർച്ച് കാണുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആണ്. അത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു കുഞ്ഞിന്റെ പ്രായം ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ആർച്ച് ഡെവലപ്പായി വരും. അപ്പൊ ഏതൊരു കുട്ടിയെ നിങ്ങൾ 5 വയസ്സ് 4 വയസ്സിലേക്ക് എടുത്ത് നോക്കിയാൽ ഫ്ലാറ്റ് ആയിരിക്കും. അത് ഫ്ലെക്സിബിൾ ആണ്, കുട്ടിക്ക് മറ്റ് സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലാറ്റ് ഫുട്ടുകളെ നമ്മൾ നോർമൽ ഫ്ലാറ്റ് ഫുട്ട് എന്നാണ് പറയുക. അത് ഫിസിയോളജിക്കലാണ്, ചികിത്സ വേണ്ട. കൃത്യമാണോ? എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും ഡോക്ടറുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുണ്ട്. എപ്പോ? അതാണ് അടുത്ത് പറയുന്നത്. 1, കുട്ടിക്ക് കാലിൽ നല്ല പെയിൻ ഉണ്ട്. 2, കുട്ടിക്ക് നടക്കാൻ അല്ലെങ്കിൽ ഓടാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, നല്ല വേദന കാരണം അല്ലെങ്കിൽ വീണ് പോവുക. മറ്റൊന്ന്, 2 കാലും പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഡിഫോമിറ്റി, ഭയങ്കര വളവ് അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ നോക്കുമ്പോൾ തന്നെ ഭയങ്കര അബ്നോർമാലിറ്റി കാണുന്നുണ്ട്. മറ്റൊന്ന്, സ്റ്റിഫായി തോന്നുക. സ്റ്റിഫാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് എന്തിലോട്ട് പോകും? അത് റിജിഡിലോട്ട് പോകും. നമ്മുടെ പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്ന്, 8-10 വയസ്സായിട്ടും ഫ്ലാറ്റ് തന്നെയാണ്, ഇതുവരെ നിൽക്കുമ്പോൾ ആർച്ച് കാണുന്നില്ല. അതുപോലെ മറ്റൊരു പോയിന്റാണ്, കുട്ടികൾക്ക് ഇവിടെ അല്ല, മറിച്ച് മുട്ടിലോ അല്ലെങ്കിൽ ഇടുപ്പലിലോ വേദന വരാം. ചില കുട്ടികൾക്ക് അങ്ങനെയും വേദന വരാം. അപ്പൊ ഇത്രയും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിയുടെ ഫുട്ട് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട് ആണെങ്കിൽ പോലും ഡോക്ടറെ കാണിക്കണം. കൃത്യമാണോ? ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളെ കുട്ടികൾക്ക് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാവുന്ന വെച്ചാൽ നോർമലാണ്. ആദ്യത്തെ പോയിന്റ് ഫൈൻഡ് ഔട്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക ഇത് ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ. റിജിഡ് ആണെങ്കിൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോവുക. ഫ്ലെക്സിബിൾ ആണെങ്കിൽ 8 വയസ്സ് വരെ നോർമൽ ആണ്, പക്ഷേ ഇത്തരം സിംറ്റംസിന് വേണ്ടി നിങ്ങൾ നോക്കുക. ഇത് ഉണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവുക. കൃത്യമാണോ? കൃത്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞത് എന്ത് മനസ്സിലായി? എല്ലാ കുട്ടികളും ഫ്ലാറ്റ് ഫുട്ട് ആയിട്ടാണ് ജനിക്കുന്നത്, പതിയെ അത് ഡെവലപ്പായി വരുന്നതാണ്. അത്രയും മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ എല്ലാ കുട്ടികളും ഫ്ലാറ്റ് ഫുട്ടായി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭാവിയിൽ നല്ല രീതിയിൽ ആർച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം? ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ ബെയർ ഫുട്ട്, അതായത് ഒരു ഷൂസോ ഒന്നും ഇല്ലാണ്ട് അവരുടെ ആദ്യത്തെ 2 ഇയർ 3 ഇയർ സമയത്തൊക്കെ നടക്കാൻ പ്രേരിപ്പിക്കുക. ഇപ്പം മണ്ണിലൂടെ നടത്തുക, സേഫ് ആയിട്ടുള്ള പ്ലേസിലൂടെ ഒക്കെ
അവരെ ബെയർ ഫൂട്ട് ചെരുപ്പോ ഷൂസോ ഒന്നും ഇടാതെ ആദ്യത്തെ 2 വയസ്സ് 3 വയസ്സിലൊക്കെ നിങ്ങൾ നടത്തുക. പെട്ടെന്ന് ആർച്ച് ഡെവലപ്പ് ആകും. അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുള്ളത്, അപ്പം നിങ്ങൾ ഈ കുട്ടികളെ എപ്പോഴും ബെയർ ഫൂട്ടിലാണ് വീട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ സേഫ് ആയിട്ടുള്ള പരിസരത്തോ നടത്തേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്. 2, നിങ്ങൾ അവർക്ക് ചെരുപ്പ് ഇടുകയാണെങ്കിൽ ഓപ്പൺ സാൻഡൽസ് ചൂസ് ചെയ്യുക. ഷൂസുകൾ അനാവശ്യമായി ഫുൾ ടൈം ഷൂസ് ഇടുന്ന ഒരു ഹാബിറ്റ് ഒഴിവാക്കുക. ഒക്കേഷണലി ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ഷൂസ് ഇടാൻ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ വീട്ടിലുള്ളപ്പോഴൊക്കെ സാൻഡൽസ് ഇടുക. അങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഏറ്റവും നല്ലത് ബെയർ ഫൂട്ടാണ്. ഇനി ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് ഇടുന്നുണ്ടെങ്കിൽ സാൻഡൽസ്, ഓപ്പൺ സാൻഡൽസ്, തുറന്നിട്ട ചെരുപ്പുകൾ എടുക്കുക. ഷൂസ് കഴിയുന്നതും ഒക്കേഷൻസ്, നമ്മുടെ ഈ ഫങ്ഷൻസ് എല്ലാ സമയത്തും ഒഴിവാക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം അതൊരു ആർച്ച് ഡെവലപ്പ് ആവുന്നതിനെ സഹായിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു കുട്ടിക്ക് ചികിത്സിക്കപ്പെടേണ്ട ആർച്ച് വന്നു, അവിടെ നമ്മൾ ഷൂസാണ് കൊടുക്കുക. ഒരു കുട്ടിക്ക് ആർച്ച് ഡെവലപ്പ് ആവാൻ വേണ്ടി ഷൂസ് ഇടണ്ടെന്നാ പറയാ. പക്ഷെ ആ കുട്ടിക്ക് കാര്യമായ ഫ്ലാറ്റ് ഫുട്ട് വന്നു, അതുകൊണ്ട് പെയിൻ ഉണ്ട്, അവിടെ ആ ഫുഡിന് സപ്പോർട്ടാണ് വേണ്ടത്. അത്തരം കണ്ടീഷനിൽ ഡോക്ടേഴ്സ് ഷൂസ് നിർദ്ദേശിക്കും. അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങളെ കുട്ടിക്ക് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടായി, നിങ്ങൾ ഡോക്ടർക്ക് പോകുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഷൂസ് തരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷൂസ് ഇടണ്ടെന്നല്ലേ പറഞ്ഞത്, അത് ആർക്കാണ്? ഇത് വരാതിരിക്കാനാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യമായ പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റ് ഫുഡിന്റെ ചികിത്സക്കായി ഷൂസാണ് ചൂസ് ചെയ്യുക. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പറയേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിക്കും എങ്ങനത്തെ ടൈപ്പാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഫ്ലാറ്റ് ഫുഡ് വരാതിരിക്കാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യം. അപ്പം ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഫ്ലാറ്റ് ഫുഡ് വരാതിരിക്കാൻ ഈ ബെയർ ഫുട്ടിൽ നടത്തുക. അതോടൊപ്പം നിങ്ങളെ കുട്ടികൾക്ക് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുഡ് ഉള്ള സമയത്ത് ഇത്തരം ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് നോക്കി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത്രയും സിംറ്റംസ് എൻ്റെ കുട്ടിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഇങ്ങനെയാണ് ഫ്ലാറ്റ് ഫുഡിനോട് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി. അപ്പോൾ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ, ഫസ്റ്റ് വൺ, ഓൾ ബേബീസ്, എല്ലാ കുട്ടികൾക്കും ഫ്ലാറ്റ് ഫുഡ് ഉണ്ടാകാം. ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുഡ് ആണെങ്കിൽ അത് നോർമലാണ്. 8 മുതൽ 10 വയസ്സ് വരെ അത് ഉണ്ടാവും. പെയിൻ, സ്റ്റിഫ്നെസ്, ഇത് രണ്ടും ഒരിക്കലും നോർമൽ അല്ല. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കണം, അത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ഫുഡ് ആണെങ്കിലും. ഇത്രയും ക്ലിയർ ആണോ? അപ്പം ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു പാരൻസിലോട്ടൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. നമുക്ക് പുതിയ പാരന്റിങ് വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പിക്സ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അടുത്ത സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പം ഫ്ലാറ്റ് ഫുഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.